ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് നമ്മുടെ എഡ്യൂസോളിൻ്റെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം അതെങ്ങനെയാണ് നമ്മളതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ ക്രോം ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട്സ് കാണാം. അതിനകത്ത് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അബൌട്ട് ക്രോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വെച്ച് അപ്ഡേറ്റ് ആവും. ഇല്ല അതൊന്ന് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് നേരെ എഡിസോളിൻ്റെ സൈറ്റിലേക്ക് പോകാം. സോ ഇവിടെ നമ്മൾ ടൈപ്പ് ഇൻ ചെയ്യേണ്ടത് ബ്രൗസറിനകത്ത് edusol.adurocks.com edusol.adurocks.com എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഇതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തേക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് അവരവരുടെ മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ അവർ ആ മെയിൽ ഐ ഡി ആണ് ഇവിടെ ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ പാസ്വേഡിൻ്റെ അവിടെ പാസ്വേഡ്. സോ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ് ഇവിടെ കാണിക്കും. സോ ഇപ്പം ഞാൻ ഡെമോ വേർഷനാണ് ഞാൻ കാണിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ക്ലാസ്സും ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ കുട്ടി ഒരു 3rd സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമ്മൾ നേരെ ഈ പറയുന്ന 3rd സ്റ്റാൻഡേർഡ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. സോ അടിയിൽ അതിൻ്റെ ക്ലാസ് ഇവിടെ കാണിക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റേഴ്സ് 15 ചാപ്റ്റേഴ്സ് എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ 15 ചാപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ദ ബ്യൂട്ടിഫുൾ സ്വാൻ. നമ്മൾ ഈ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വരുന്നത് ഒരു കൺസെപ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, സോ ആ കൺസെപ്റ്റ് വീഡിയോ നമ്മൾ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. ഓക്കെ, സോ ഇതിന് ശേഷം നമുക്ക് അടുത്ത അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടികൾ യൂസ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് റോൾ പ്ലേ എന്ന കാര്യമാണ്. സോ നമ്മൾ ഇനീഷ്യലി നമ്മുടെ ഈ കൺസെപ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം അത് കുട്ടികൾ കാണണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനേഴ്സ് നമ്മുടെ വർക്ക് ബുക്കിലുണ്ടാവും. സോ അത് ആൻസർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വിസസിനകത്തൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഇതൊന്ന് ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടിരിക്കുക, അതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിലാണ് കുട്ടികൾ AI-യുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇനീഷ്യൽ ഇതിനകത്ത് നമ്മളിതൊരു 4 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ വാച്ച് എന്നുള്ളതാണ്. ഇതിനകത്ത് കുട്ടികൾ നമ്മുടെ കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് AI ഫസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. സോ ഇതിനകത്ത് ഈ കോൺവെർസേഷൻ ഇവിടെ പറയുന്നത് കൂട്ടത്തിൽ ഇതിനടിയിലും ഈ കോൺവെർസേഷൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. സോ കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് കേട്ട് പഠിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോൺവെർസേഷൻ താഴെ കൊടുത്തേക്കുന്നത് വായിക്കാനും ശ്രമിക്കാം. സോ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് വാച്ചിലായിരുന്നു, വാച്ച് കഴിഞ്ഞു, ഇപ്പം അത് റെക്കോർഡിലേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് വാച്ചിലുണ്ടായിരുന്ന എല്ലാ കോൺവെർസേഷനും കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിൽ വന്നതിന് ശേഷം AI ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ട് സെക്കൻഡ് നമ്മൾ പറയാനുള്ള, അതായത് കുട്ടികൾ പറയാനുള്ള ഭാഗം വന്ന് റെക്കോർഡിൽ സ്റ്റോപ്പായി നിൽക്കുകയാണ്. സോ ഇവിടെ നമ്മൾ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വീഡിയോ ആൻഡ് ഓഡിയോ. വീഡിയോ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി സ്പീച്ചസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മിറർ ലേണിംഗ് ടെക്നോളജി യൂസ് ചെയ്യും. അതായത് മിററിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പോസ്ചർ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എന്നൊരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇല്ല ഓഡിയോ മതിയെന്നുണ്ടെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഓഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ യോ ടേൺ എന്ന് പറഞ്ഞ് ഒരു വൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസ്
നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. സോ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ഓട്ടോമാറ്റിക്കലി റെഡ് ആവും. റെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഗുഡ് മോർണിംഗ് സാം, മൈ നെയിം ഇസ് സിയ, ഹൗ ആർ യു? സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യോർ ടേണിന്റെ റെഡ് വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റെഡ് ആയി. ഞാൻ കോൺവെർസേഷൻ മുഴുവൻ പറഞ്ഞതിന് ശേഷം വീണ്ടും ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കോൺവെർസേഷൻ എൻഡ് ആവും. അവിടെ വെച്ച് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത എ ഐയുടെ സെന്റൻസ് എന്താണോ അത് എ ഐ പറയും. വീണ്ടും നമ്മുടെ റെക്കോർഡിംഗ് പാർട്ട് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. സോ ഞാൻ ഈ പാർട്ടും കൂടെ ഇതിനകത്ത് കാണിക്കാം. സോ ഫസ്റ്റ് ഞാൻ വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. I am new to the school. I am also in class 3A. റെക്കോർഡിംഗ് കഴിഞ്ഞു. ഞാനത് സ്റ്റോപ്പ് ഞെക്കുന്നു. സോ ഇവിടെ ഇനീഷ്യലി ഞാൻ ഈ കോൺവെർസേഷൻ ഓൾറെഡി ഇത് കാണിച്ചത് കൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് ഞാൻ പോകുന്നില്ല. ഇത് കുട്ടികൾ ഈ കോൺവെർസേഷൻസ് കംപ്ലീറ്റ് ആകുന്നത് വരെ കംപ്ലീറ്റ് എല്ലാം റെക്കോർഡ് ചെയ്യുക. അതിന് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. കാര്യമില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി വലുതാവും. സോ ഇത് മൂന്നാമത്തെ പാർട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞതും എ ഐ പറഞ്ഞതും നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നേക്കുന്നത്, റിവ്യൂ ചെയ്യാനുള്ളത്. ഓക്കെ, സോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം കേട്ട് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ കംപ്ലീറ്റ് സെന്റൻസസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യും. സോ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് വീഡിയോ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ അത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ്. സോ ഇനി അവസാനം റിവ്യൂ എന്ന് മാറി അനാലിസിസിലേക്ക് ചെല്ലും. സോ അനാലിസിസ് ചെല്ലുമ്പോഴാണ് എ ഐ നമ്മുടെ കുട്ടികൾ പറഞ്ഞ ഓരോ വാക്യവും കറക്റ്റാണോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നുള്ളതെല്ലാം കാണിച്ചു തരുന്നത്. സോ ഇവിടെ നമുക്ക് അനാലിസിസിന്റെ റെസ്പോൺസ് വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത റെസ്പോൺസ് എന്ന് പറയുന്നത്, സോ ഗുഡ് മോർണിംഗ് സാം, മൈ നെയിം ഇസ് സിയ, ഹൗ ആർ യു എന്ന് പറഞ്ഞതിനകത്ത് സാം എന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് യെല്ലോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും എവിടെയാണ് എന്നുള്ള സൗണ്ടിലാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. ഓക്കെ, സോ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് കാണിച്ചു തരും. ഫ്ലുവൻസി എത്ര പെർസെൻറ്റേജ് ആണ്, പ്രൊനൗൺസിയേഷൻ, കംപ്ലീറ്റ്നെസ്, ആക്യുറസി. സോ ഇതെല്ലാം നമുക്ക് ഓരോ സെന്റൻസിലും നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് സെന്റൻസ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഫ്ലുവൻസി വെന്റ് ഹൈ 99% ആയി, പ്രൊനൗൺസിയേഷൻ 99.2 ആയി, കംപ്ലീറ്റ്നെസ് 100 ആൻഡ് ആക്യുറസി 99%. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികൾ പറയുന്നതിന്റെ ആക്ച്വലി റിവ്യൂ അല്ലെങ്കിൽ അനാലിസിസ് ആയിട്ട് എ ഐ റെസ്പോൺസ് തരുന്നത്. അതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും റെഡ് മാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ പറഞ്ഞതിൽ വലിയ മിസ്റ്റേക്ക് ഉള്ളതോ ആയ വാക്കുകൾ റെഡിലാണ് കാണിക്കുന്നത്. ഗ്രീനിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വാച്ച് തൊട്ട് അല്ലെങ്കിൽ റെക്കോർഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് ക്വിസ് ആണ് വരുന്നത്. സോ ക്വിസിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫസ്റ്റ് കണ്ട നമ്മുടെ ഒരു കൺസെപ്റ്റ് വീഡിയോ ബേസ് ചെയ്തിട്ടും അതല്ലാതെ ഈ ഒരു ഏജിൽ വരുന്നതായ ചെറിയ കോമൺ നൗൺസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വിസ് ആണ്. സോ കുട്ടികൾക്ക് ഇത് ഇതിനകത്ത് ഏതാന്നുള്ള ശരി ഉത്തരം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അതിനകത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യനെയർ ആണ്. അത് നമുക്ക് അവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വൊക്കാബുലറി പ്രാക്ടീസ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ബുദ്ധിമുട്ടേറിയതും അല്ലെങ്കിൽ പുതിയതുമായ വാക്കുകൾ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാണ്. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോണിക്സിൽ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് ബ്യൂട്ടിഫുൾ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെരി പ്രിറ്റി ആൻഡ് അട്രാക്റ്റീവ്. സോ യൂസേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ സ്വാൻ ലുക്ക് ബ്യൂട്ടിഫുൾ. സോ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. സോ ഇനി കുട്ടികൾക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പേർട്ടിന്റെ ഇതിൽ പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. സോ അതിനാൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ടു റെക്കോർഡ് കൊടുത്തിട്ട് നമുക്കത് പറയാം. ബ്യൂട്ടിഫുൾ.
നമുക്കത് റിവ്യൂ ചെയ്യാം, നമുക്കത് കമ്പയറും ചെയ്ത് നോക്കാം. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് AI പറയുന്നതും നമ്മൾ പറയുന്നതും 1 by 1 ആയിട്ട് നമ്മളെ കേൾപ്പിക്കും. സോ നമുക്കത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ നമ്മളൊരു ഗെയിംസും കൂടെ ഇതിനകത്ത് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഗെയിം അല്ല, ഇത് കുട്ടികൾക്ക് മെയിനായിട്ടും അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്ന ഒരു എന്റർടൈൻമെന്റ്. അപ്പം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബീറ്റ് ദ നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് മൈ ഫ്രണ്ട് ഗ്രൂ അപ്പ് ഇൻ എ സ്മോൾ ടൗൺ. സോ ഫ്രണ്ട് ഇസ് കോമൺ ഓർ പ്രോപ്പർ നൗൺ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഞാനത് പ്രോപ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് റോങ് ആൻസർ ആണ്. സോ കറക്റ്റ് ആൻസർ ആക്ച്വലി കോമൺ ആണ്. സോ ഗോള് പോവില്ല. സോ അങ്ങനെ ഒരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻ. സോ ഇൻ കേസ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് എന്തെങ്കിലും അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അവിടെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് എന്താണ് അസൈൻമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ റിസോഴ്സസ്, നമ്മുടെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ റിസോഴ്സസിനകത്തായിരിക്കും കാണിക്കുന്നത്. ഇനി MTI ടൂൾ. സോ ഇത് മദർ ടങ് ഇൻഫ്ലുവൻസ് റെഡ്യൂസർ ആയിട്ടുള്ള ടൂളാണ്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ വാക്കുകളാണോ അതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ വേർഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ മൈ സർട്ടിഫിക്കറ്റ്സ് എന്നും പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ മോഡ്യൂളും 15 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവും. അവർക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇനി പാരന്റ്സിന് ആക്ച്വലി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസവും എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ എന്തൊക്കെ മോഡ്യൂൾസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ സ്റ്റാർസ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഡെയിലി ഗോൾസ് അവർക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിവിടെ എല്ലാ ദിവസവും കവർ ആവുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും ചെയ്യുന്ന ദിവസമാണെങ്കിൽ അതിങ്ങനെ ബ്ലൂവിൽ മാർക്കാവും, അല്ലാത്ത ദിവസങ്ങൾ വൈറ്റിൽ തന്നെ മാർക്കായിട്ടിരിക്കും. അതുപോലെ എത്ര മണിക്കൂർ ടോട്ടൽ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു എന്ന് ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് പിള്ളേരിത് മിസ്യൂസ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാനുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. സോ താങ്ക് യു.